വെച്ചിട്ട് കുടുംബങ്ങളെ കയറി പോലീസുകാർ നായാട്ട് നടത്തിയിട്ട് ഇപ്പൊ അവരവിടെ കാണിക്കാൻ തോന്നിയവാസാണ്. ഞാൻ പെൻഷൻ പറ്റാറായി, എനിക്ക് ഇതിന് മുകളിൽ ആൾക്കാരുണ്ട്, ഞാൻ ഇതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്താൽ എനിക്ക് പെൻഷൻ കിട്ടില്ല. അതാണ് അദ്ദേഹത്തിന് അവസാനം കിട്ടുക. അതായത് അദ്ദേഹത്തിന്റെ പെൻഷന് വേണ്ടി 6000-ഓളം വരുന്ന കുടുംബങ്ങളിലെ ജനങ്ങൾ തൂങ്ങണം. ഒരു നാടിനും ഒരു നാട്ടുകാർക്കും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു സൗകര്യമാണ് ജീവവായു എന്ന് പറയുന്നത്. അതുപോലെ ശ്വസിക്കാൻ പറ്റാത്ത 6000-ഓളം കുടുംബങ്ങളാണ് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 6 വർഷത്തോളമായി ഈ സമരം ഇവിടെ തുടങ്ങിയിട്ട് 6 വർഷത്തോളം ഈ സമരം ഇവിടെ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ നീതി കിട്ടിയിട്ടില്ല. ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ട് ഇതിന്റെ യാതൊരു ഇതും പാലിക്കാതെയാണ് ഇവർ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങളോട് തുടങ്ങിയപ്പോ പറഞ്ഞത് വെള്ളത്തിന്റെ കുപ്പിവെള്ളത്തിനായി തുടങ്ങുന്നെന്നാണ് ഞങ്ങളോട് ഇത് പറഞ്ഞത്. അങ്ങനത്തെ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെന്ന്. നമ്മുടെ കേരളത്തില് ഒരു ഹോട്ടലിലെ ചെറിയ ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് റോഡുമേലേക്ക് ഒഴിച്ചാൽ പോലും ഇവിടെ അതിന് എന്താ പറയാ ഫൈൻ അടയ്ക്കുന്ന നമ്മുടെ പഞ്ചായത്ത് അല്ലെ നമ്മുടെ ഭരണസമിതി അംഗങ്ങളുണ്ട്. അവർക്കൊന്നും ഇത്രയും വലിയ സംഭവം ഇവിടെ നടന്നിട്ട് ഒന്നും പതുക്കില്ല. വീടുകളിലെ മാലിന്യങ്ങള്, വെറും പ്ലാസ്റ്റിക് മാലിന്യങ്ങള് വീട്ടിലിട്ട് കത്തിച്ചാൽ പോലും അവര് അതിന് ഫൈൻ അടപ്പിക്കുന്ന നമ്മുടെ സർക്കാർ, നമ്മുടെ നിയമ സംവിധാനങ്ങള്. ഈ 4000-ഓളം വരുന്ന കുടുംബങ്ങൾ ഇവിടെ കിടന്ന് കരഞ്ഞു നിലവിളിച്ചിട്ട് പട്ടിയുടെ വില പോലും ഞങ്ങൾക്ക് തരുന്നില്ല. ഞങ്ങൾ ഇനി ആരോടാ ചോദിക്കേണ്ടത്? വെള്ളമില്ല. ഞങ്ങൾക്ക് ഈ വേനക്ക് ഞങ്ങളുടെ ബണ്ട് കെട്ടിയ വെള്ളം എടുത്തോണ്ടിരുന്നത്. വേനക്ക് കൂലിപ്പണി കഴിഞ്ഞ് വരുന്ന ജനങ്ങള് പണി കഴിഞ്ഞിട്ട് ആ പുഴയിൽ പോയി അലക്കി കുളിച്ച് പാത്രത്തിന് വെള്ളം എടുത്ത് വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം എടുത്തിട്ട് ഞങ്ങൾ കയറിപ്പോന്നില്ല. ഞങ്ങളുടെ പുഴയാത്. ഇന്നിപ്പം ഞങ്ങള് കൂലിപ്പണി കഴിഞ്ഞിട്ട് കാശ് കൊടുത്ത്, കൂലിപ്പണി എടുക്കുന്ന പൈസ കാശ് കൊടുത്ത് ഞങ്ങള് വീടുകളിലേക്ക് വെള്ളം അടിക്കേണ്ട അവസ്ഥയാണ്. കുളിക്കാൻ പോലും ഞങ്ങൾക്ക് വെള്ളമില്ല. ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. 6 വർഷം നിന്നിട്ട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു സർക്കാരിന്റെ ഒരു ഇടപെടലോ അല്ലെങ്കിൽ യാതൊരു നിയമവ്യവസ്ഥയും ഞങ്ങളെ പാലിക്കുന്നില്ല. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ തല്ലി ഒതുക്കുക. ജനങ്ങൾ ചോദിക്കുന്ന ജനങ്ങളെ തല്ലി ഒതുക്കുക. അത് എവിടുത്തെ നിയമമാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റത്ത്. നമ്മള് വീട്ടിൽ നിന്ന് ഒരു ചെറിയ മാലിന്യം പുറത്തേക്ക് വലിച്ചെറിഞ്ഞെന്നാൽ അതിന് ഫൈൻ അടപ്പിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായിട്ട് ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിച്ചു. വീട്ടിൽ നിന്ന് മാലിന്യങ്ങൾ പുറത്തെറിഞ്ഞെന്നാൽ അതിന് ഫൈൻ അടപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നേരിട്ടൊരു ജലാശയത്തിലേക്ക് വെള്ളം ഒഴുക്കി കൊടുത്തിട്ട് ആ സംവിധാനങ്ങൾ ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല? ഞങ്ങൾ ഇനി എങ്ങോട്ടാ പോകേണ്ടത്? സർക്കാരിന് മുമ്പിൽ പോയി പോലീസ് സ്റ്റേഷനുകളെ കയറി ഇറങ്ങി, കോടതികള് ജനങ്ങൾ ഒന്നായി കയറി ഇറങ്ങാൻ ഇനി ഇടവില്ല. ഒരു നാടിനും ഒരു നാട്ടുകാർക്കും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു സൗകര്യമാണ് ജീവവായു എന്ന് പറയുന്നത്. അതുപോലെ ശ്വസിക്കാൻ പറ്റാത്ത 6000-ഓളം കുടുംബങ്ങളാണ് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 6 വർഷത്തോളായിട്ട് എല്ലാ രീതിയിലും ഞങ്ങൾ സമാധാനപരമായിട്ട് മാത്രമേ സമരം ചെയ്തിട്ടുള്ളൂ എന്നുള്ള എല്ലാ തെളിവും ഞങ്ങളുടെ കയ്യിലുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ നെഗറ്റീവ്സും ഞങ്ങൾ കാണിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള ആക്ഷൻസ് എടുക്കാൻ പറ്റാത്തൊരു ഒരവസ്ഥയാണ് നമ്മളെ ഈ ജനാധിപത്യത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് ഞങ്ങൾക്ക് എല്ലാവരും ആശ്രയിക്കുന്ന ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ താമരശ്ശേരി ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിലേക്ക് വെള്ളം എടുക്കുന്നത് ഇരുതുള്ളി പുഴയെന്ന ആ സെയിം പുഴയിലേക്കാണ് ഇവർ വേസ്റ്റ് എടുക്കുന്നത്. എന്നിട്ട് പോലും യാതൊരു വിധത്തിലും ഒരു തരത്ത് പോലും ഒരു നിയമ നടപടികളും സ്വീകരിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയണം. ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ ഒരു വേസ്റ്റ് പ്ലാസ്റ്റിക് റോഡുകളിൽ ഇട്ടാൽ 5000 20,000 ഫൈന്, അതിന് CCTV ക്യാമറ വേറെ, അതിനൊക്കെ സർക്കാരിന് ഒരു കുഴപ്പമില്ല. ഇത്രയും ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ശ്വാസം ജലത്തിന്റെ പ്രശ്നത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങളെ സമരം മുമ്പോട്ട് പോയി ആ ഒരു ഫാക്ടറി അവിടുന്ന് ഇല്ലാതാക്കുക തന്നെ ചെയ്യും. കാരണം അങ്ങനെ ഒരു ഫാക്ടറി ഒരു നാട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഉപകാരം വേണം. ഈ ഒരു സ്ഥാപനത്തിനെ കൊണ്ട് യാതൊരു രീതിയിലുള്ള ഉപകാരം ഈ നാട്ടിൽ ഒരു മനുഷ്യൻ പറയട്ടെ അങ്ങനെ ഒരു ഫാക്ടറി അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും സമാധാനം ഒരാളും പറയില്ല. ഒരു നേരത്തെ വെള്ളത്തിന് വേണ്ടി പോയാലേ കുളിക്കാൻ ഇറങ്ങുമ്പോൾ വെള്ളം അശുദ്ധാണ്. ഒരു നേരം സമാധാനത്തോടെ പണി കഴിഞ്ഞ് വന്ന് ഉറങ്ങാൻ നിൽക്കുമ്പോൾ അവിടെ ശ്വാസം പോലും ശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ, ഭക്ഷണം പോലും വായ്ക്ക് വെക്കാൻ പറ്റാത്ത രീതിയിൽ വേസ്റ്റിന്റെ മണം. അവര് പറയും 10 മണിക്ക് ശേഷം 12 മണിക്ക് ശേഷം. ഇന്നലെ രാത്രി പോലും ഈ ദുർഗന്ധം കാരണം ഉറങ്ങാത്ത എത്ര വീടുകളുണ്ട്. നമ്മളെപ്പോഴും പറയും ചൂടാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ഒരു 4000-ഓളം കുടുംബങ്ങൾ ഉറങ്ങുന്നതും ഉണരുന്നതൊക്കെ ഈ ഒരു സ്മെല്ല് സഹിച്ചിട്ടാണ്. അതിന് നമ്മൾ ഏത് രീതിയിൽ നടപടി സ്വീകരിക്കാൻ വേണ്ടി സമരം തുടങ്ങിയിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു രീതിയിലും നമുക്ക് ഇടപാട് വന്നിട്ടില്ല. ഇപ്പൊ തന്നെ ഒരുപാട് പേര് ഇപ്പൊ ഈ അറസ്റ്റ് ഒളിവിലൊക്കെ കഴിഞ്ഞ സമയത്ത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചതാണ്. അത്രയും സമാധാനപരമായിട്ട് മാത്രമാണ് ഞങ്ങൾ സമരം ചെയ്തത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിന്റെ മുമ്പ് തന്നെ ഒറ്റയടിക്ക് എല്ലാവർക്കും ഇറങ്ങിയാണ്ട് ഒറ്റയടിക്ക് ചെയ്ത് തീർത്താൽ മതി. ആ ഫാക്ടറി പൊളിക്കാൻ അറിയാത്തത് കൊണ്ടോ കഴിവില്ലാത്ത മനുഷ്യരോ അല്ല അവിടെ നിൽക്കുന്നത്. ഞങ്ങൾ സമാധാനത്തോട് മാത്രം നിയമപരമായിട്ട് മാത്രം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും ജനങ്ങൾ സമാധാനത്തോടു കൂടെ ആ സമരപന്തൽ വന്നിരിക്കുന്നത്.
ഞങ്ങളെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി ഈ സ്ഥലം സന്ദർശിക്കാൻ വന്നിരുന്നു. അദ്ദേഹത്തിന് ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് കൈകൊണ്ട് കോഴിത്തൂവൽ എടുത്തു വെച്ച് കാണിച്ചു കൊടുത്തു. സാറ് ഇത് ഫ്രഷ് കെട്ടുന്ന മാലിന്യ കമ്പനി എന്നുള്ള വെള്ളമാണ്, ഈ കിടക്കുന്ന കോഴിത്തൂവലാന്ന് പറഞ്ഞ് ഞങ്ങൾ എടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ടും അദ്ദേഹം പറഞ്ഞത് ഈ കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചത് എന്തുകൊണ്ട് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞാണ്, ഞാൻ പെൻഷൻ പറ്റാറായി, എനിക്ക് ഇതിന് മുകളിൽ ആൾക്കാരുണ്ട്, ഞാൻ ഇതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്താൽ എനിക്ക് പെൻഷൻ കിട്ടില്ല. അതാണ് അദ്ദേഹത്തിന് അവസാനം കിട്ടുക. അതായത് അദ്ദേഹത്തിന്റെ പെൻഷന് വേണ്ടി 6000-ഓളം വരുന്ന കുടുംബങ്ങളിലെ ജനങ്ങൾ തൂങ്ങണം. ഇതൊരു സർക്കാർ സ്ഥാപനമല്ല, ഇതൊരു പ്രൈവറ്റ് സ്ഥാപനമാണ്. സർക്കാർ സ്ഥാപനമാണ് എങ്കിൽ ഇതിന് കുറെയെങ്കിലും അനുകൂലം ഞങ്ങൾ ജനങ്ങൾ പറയാം. ഇതൊരു സർക്കാരിന്റെ സ്ഥാപനമല്ല, പ്രൈവറ്റ് സ്ഥാപനത്തിന് വേണ്ടി സർക്കാർ അടക്കം കാട്ടിക്കൂട്ടുന്ന പച്ച തോന്നിവാസമാണ് ഇതിൽ കാണിക്കുന്നത്. ജനങ്ങളെ തല്ലി ഓടിച്ചിട്ട്, ജനങ്ങളെ തല്ലി പച്ച ക്രിമിനലുകളാക്കി തല്ലി ഓടിച്ചിട്ട് കുടുംബങ്ങളെ കയറി പോലീസുകാർ നായാട്ട് നടത്തിയിട്ട് ഇപ്പൊ അവരവിടെ കാണിക്കുന്ന തോന്നിവാസാണ്. മറ്റേ എന്താ പറയാ, കോടതിയുടെ ഉത്തരവുകള്, കോടതി ഒരു ഉത്തരവ് പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതിനെ ഒന്നും മാനിക്കാതെ കോടതിക്ക് പുല്ല് വില നൽകിക്കൊണ്ടാണ് ഇപ്പൊ അവര് ഫ്രഷ് കട്ടുന്ന കമ്പനി അവിടെ നടത്തിക്കൊണ്ട് പോകുന്നത്.